അപ്പോ രാഹുൽ ഗാന്ധിയെ വെടിവെക്കണം എന്നുള്ള BJP നേതാവിന്റെ കൊലവിളി അത് രാജ്യവ്യാപകമായിട്ട് മലബാറിൽ ചർച്ചയാക്കാനാണ് കോൺഗ്രസിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. നമസ്കാരം. അപ്പോ നമ്മളുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന്റെ വിഷയമാണ് ഇന്ന് ചർച്ചയാവുന്നത്. അതായത് ന്യൂസ് 18 എന്ന് പറയുന്ന ഒരു ചാനലിൽ, മലയാളം ചാനലിൽ ഒരു ചർച്ചയ്ക്കിടെ പ്രിന്റു മഹാദേവൻ എന്ന് പറയുന്ന ഒരു BJP വക്താവ് അദ്ദേഹം ആ ഒരു വികാരത്തിന്റെ പുറത്ത് ഒരു പ്രസ്താവന നടത്തി, അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തി. അതാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തുയർത്തി രാജ്യവ്യാപകമായിട്ട് ചർച്ച നടത്തും എന്നൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് കേരളമൊട്ടാകെ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം ഒക്കെ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് കൊലവിളി പ്രസ്താവന എന്നുള്ളതാണ് അതിനെ പറയുന്നത്. അതായത് രാഹുൽ ഗാന്ധിയെ വെടിവെക്കണം എന്ന് ഈ പ്രിന്റു മഹാദേവൻ പറഞ്ഞു എന്നുള്ളതാണ് അവര് വളച്ചൊടിച്ച് അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നത്. അതിനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയെ വധിക്കാനുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നൊക്കെയാണ്. അപ്പോ സത്യത്തില് ഇപ്പോ ധാരാളം, ഇപ്പോൾ നേപ്പാളിലാണെന്നുണ്ടെങ്കിലും ബംഗ്ലാദേശിലാണെന്നുണ്ടെങ്കിലും ജൻസി കലാപങ്ങൾ നടന്നു. ലഡാക്കിലെ ഒരു കലാപത്തിനുള്ള ശ്രമം നടന്നു. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ മത വർഗീയ കലാപങ്ങൾക്കുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെ കർണാടകയിൽ ഒരു ജൻസി പ്രതിഷേധം നടന്നു. അങ്ങനെ പലതും നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ രാഹുൽ ഗാന്ധിക്ക് കർഷകരെ വേണ്ട, പ്രായമായവരെ വേണ്ട, പ്രൊഫഷണൽസിന് വേണ്ട, ആരെയും വേണ്ട. ഇദ്ദേഹം ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്നത് യുവാക്കൾ 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 ശ്രദ്ധിക്കണം എന്നാണ്. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിലും പിന്നെ നിരന്തരമായിട്ടുള്ള വിദേശ യാത്രകൾ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ കലാപത്തിനുള്ള ശ്രമം നടത്തുന്നതായിട്ടുള്ള ഒരു വിമർശനങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ എല്ലാവർക്കും തോന്നുന്നത് സ്വാഭാവികമാണ്, എന്ത്, ഇദ്ദേഹം പല കലാപങ്ങൾക്ക് പിന്നിലുമുണ്ട്. അത് ഡീപ് സ്റ്റേറ്റിന്റെയോ അല്ലെങ്കിൽ മറ്റ് ജിഹാദികളുടെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുടെയോ ഒക്കെ പിണിയാളായിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്ത ജനങ്ങൾക്കിടയിൽ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. അപ്പോ ആ ചർച്ച നടക്കുമ്പോൾ എന്താണ് അവിടെ പറഞ്ഞത്? അതിനു മുൻപ് ഈ രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള ചർച്ച അല്ലെങ്കിൽ ഈ കൊലവിളി പ്രസംഗത്തെ കുറിച്ചുള്ള ചർച്ച രാജ്യവ്യാപകമായിട്ട് നടത്തും. KC വേണുഗോപാല് പ്രധാനമന്ത്രിക്ക് കത്തയക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഇങ്ങനെ നടത്തുമ്പോൾ ആദ്യം തന്നെ ഈ കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, ഈ രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള ഒരു അഭിപ്രായ സർവേ നിങ്ങൾ കേരളത്തിന് പുറത്തൊന്ന് നടത്തി സ്വയം ബോധ്യപ്പെടുക. അങ്ങനെ ഒരു സർവേ നിങ്ങളുടെ ഭരിക്കുന്ന സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ തന്നെ ഒന്ന് നടത്തിക്കോളൂ. കഴിഞ്ഞ ദിവസം ഒരു പ്രക്ഷോഭം നടന്നല്ലോ അവിടെ. അപ്പോ ഇതൊന്നും നടത്താതെ ചുമ്മാ സ്വയം കുറ്റങ്ങളുള്ള ആ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ വിഷയം ഉയർത്തി കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ജനങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് യാതൊരു സപ്പോർട്ടും കിട്ടാൻ പോണില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി ഈ പരാമർശത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് നിങ്ങൾ കേൾക്കണം. അതായത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, നേപ്പാളിലും ബംഗ്ലാദേശിലും കലാപം നടന്നപ്പോ അവിടെ ജനങ്ങൾ സർക്കാരിന് എതിരായിരുന്നു. ഇന്ത്യയിൽ അതല്ല അവസ്ഥ. ഇന്ത്യയിൽ സർക്കാരിനൊപ്പം ഭൂരിഭാഗം വരുന്ന ജനങ്ങൾ ഉണ്ട്. അങ്ങനെ കലാപമോഹവുമായി വരികയാണെങ്കിൽ, അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, കലാപമോഹവുമായി വരികയാണെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധി ആണെങ്കിലും, രാഹുൽ ഗാന്ധിയെ വെടിവെക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കലാപമോഹവുമായി വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആണെങ്കിലും നെഞ്ചത്ത് തുള വീഴും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവിടെ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തതായിട്ട് യാതൊരു സൂചനയും ഇല്ല. അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് കൊലകൊമ്പനാണെന്നുണ്ടെങ്കിലും, അത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണെന്നുണ്ടെങ്കിലും, രാജ്യദ്രോഹ കുറ്റം ചെയ്താൽ ഒരു രാജ്യസ്നേഹി എന്നുള്ള രീതിയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു തീവ്രവാദിയെ പോലെ തന്നെയാണ് ഇന്ത്യക്കകത്തുള്ള രാജ്യദ്രോഹിയെയും കാണേണ്ടത് എന്നുള്ള ഒരു വികാര പ്രകടനം മാത്രമാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അല്ലാതെ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്ത് രാഹുൽ ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തുക എന്നുള്ളതൊന്നും അവിടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇനി അവിടെ ഈ ഒരു പ്രസ്താവനയിലൂടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കലാപം എന്ന് പറയുന്നത് സംഭവിക്കാം, ഏതൊരു രാജ്യത്തും സംഭവിക്കാം. ഇപ്പോൾ ഗോത്രവർഗക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കാറുണ്ട്. അതുപോലെ തന്നെ ജാതി വെച്ചിട്ടുള്ള അടി നടക്കാറുണ്ട്. അതൊക്കെ ബഹുസ്വരതയുള്ള ആ ഒരു രാജ്യം അല്ലെങ്കിൽ ധാരാളം
വിഭാഗങ്ങളുള്ള ഒരു രാജ്യം, ധാരാളം ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാജ്യം എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമാണ്. അത് സർക്കാർ നോർമലായിട്ട് കണ്ടിട്ട് തന്നെ അതിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളും അനുനയ നീക്കങ്ങളും എല്ലാം നടത്തും. പക്ഷേ കലാപവും ഈ ശത്രു രാജ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ് പല വിദേശ ശക്തികൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന കലാപവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ കൃത്യമായിട്ട് ലഡാക്കിലെ കാര്യം തന്നെ പരിശോധിച്ചാൽ അറിയാം. ഇയാൾക്ക് വിദേശ ഫണ്ടുകൾ കിട്ടിക്കൊണ്ടിരുന്നതാണ് സോനത്തിന്. അതേപോലെ തന്നെ ദുരൂഹമായിട്ടുള്ള പല നടപടികളും അയാളുടെ ഭാഗത്ത് നിന്ന് പണ്ട് തൊട്ടേ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ പാകിസ്ഥാൻ ബന്ധവും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ അവർക്ക് വേണ്ടി ഇന്ത്യക്കകത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാള് കലാപത്തിന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കലാപമാണ്, അത് രാജ്യദ്രോഹ കുറ്റമാണ്. അതാണ് നേപ്പാൾ മോഡൽ, ബംഗ്ലാദേശ് മോഡൽ ഇന്ത്യയിൽ ആഗ്രഹിച്ചാൽ അത് ഏതു കൊലകൊമ്പനാണെന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണെന്നുണ്ടെങ്കിലും നെഞ്ചത്ത് തുളവീഴും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി അദ്ദേഹം ഈ പറഞ്ഞത് ചർച്ചയ്ക്കിടെ ഇത്രയും ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു രാജ്യസ്നേഹി എന്നുള്ള രീതിയിൽ ആവേശത്തിന്റെ പുറത്ത് വികാരം ജനിച്ചപ്പോ പറഞ്ഞ ഒരു കാര്യമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇപ്പോ പരാതി കൊടുത്തപ്പോ രാജീവ് ഗാന്ധിയെയും ഇതുപോലെ കൊലവിളി നടത്തിയതിന് ശേഷം ഉടൻ കൊലപ്പെടുത്തി, അപ്പോൾ അതുപോലെയാണോ എന്ന് സംശയിക്കുന്നു എന്നൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ ഗാന്ധി കുടുംബത്തില് ഇതുവരെയുള്ളത് അവര് രാജ്യത്തിന് ദ്രോഹം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിന് നല്ലതല്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഇങ്ങനെയുള്ള ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഇപ്പോ ഈ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇന്ത്യയിൽ എന്ത് വിലയുണ്ട് ഇതുപോലെയെങ്കിലും കൺസിഡർ ചെയ്യാനായിട്ട് എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി സ്വയം ചിന്തിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഞാൻ ഒരാളെയും വെടിവെച്ച് കൊല്ലുന്നതിൽ അനുകൂലിക്കുന്നവനല്ല. പക്ഷെ രാജ്യദ്രോഹം ചെയ്താൽ അത് തീവ്രവാദികളെപ്പോലെ തന്നെ അവരെ കണക്കാക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അത് തെളിയിക്കപ്പെടേണ്ടതാണ്.